പിന്നെ പിന്നെ ഞാൻ അറിയാതെ തന്നെ എനിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചു തുടങ്ങി. എന്ത് ചെയ്താലും അതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറാൻ തുടങ്ങി. ചിന്തകളിൽ മുഴുകി അങ്ങനെ നിൽക്കും. എന്നിലെ മാറ്റം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പലപ്പോഴും അമ്മയുടെ വായിന്ന് നല്ല വഴക്കം കിട്ടി. മിക്കപ്പോഴും എന്റെ കണ്ണിന്റെ മുന്നിൽ തെളിയുന്നത് ഞാൻ വീഴാതിരിക്കാൻ വേണ്ടി എന്നെ താങ്ങിപ്പിടിച്ച മഹിയേട്ടന്റെ മുഖമായിരുന്നു. മഹിയേട്ടന്റെ നോട്ടമായിരുന്നു. ആ നോട്ടം ശരിക്കും എൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ പതിഞ്ഞിരുന്നു. പല കാര്യങ്ങളും ആലോചിച്ച് പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാൻ തുടങ്ങി. പുറത്തുനിന്ന് ആര് കണ്ടാലും ഏതോ ഒരു വട്ട് പെണ്ണാണെന്നേ തോന്നാറുള്ളായിരുന്നു. പതിയെ പതിയെ ഞാൻ മനസ്സിലാക്കി തുടങ്ങി എൻ്റെ ഉള്ളിൽ പ്രണയത്തിൻ്റെ നാമ്പുകൾ തളർത്തു തുടങ്ങിയെന്ന്. എൻ്റെ മനസ്സിലെ ആദ്യത്തെ പ്രണയം എപ്പോഴും എൻ്റെ കൺമുന്നിൽ മഹിയേട്ടൻ്റെ മുഖം മാത്രമായി. മാത്രമായി ചിന്ത. സ്വപ്നം കണ്ടോണ്ടിരിക്കും. കൊള്ളാലോ. എന്നിട്ട് പിന്നെ പല സ്ഥലങ്ങളിൽ വെച്ചും ഞങ്ങൾ തമ്മിൽ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം മഹിയേട്ടൻ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് വിവാഹം കഴിക്കാം. ഇനിയും നമ്മളിത് വീട്ടിൽ കൊണ്ട് പോകുന്നതിൽ അർത്ഥമല്ല. മഹിയേട്ടാ, എനിക്ക് ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ വിവാഹം നടത്തിയ എന്റെ പഠിത്തം മുടങ്ങില്ലേ? ഇല്ല, കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. എൻ്റെ എല്ലാ സപ്പോർട്ടും ഗൗരിക്കുണ്ടാവും. നീ വീട്ടിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഞാനും വിളിച്ചു പറയാം. വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ഇപ്പോഴേ ടെൻഷൻ ആവണ്ട. സമ്മതിച്ചില്ലെങ്കിൽ അതിനുള്ള പോംവഴി നമുക്ക് അപ്പം കാണാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്ത് സംഭവിച്ചാലും നമ്മൾ വിവാഹം കഴിക്കും, ഒരുമിച്ച് ജീവിക്കും. നീ ഇല്ലാതെ ഇനി എനിക്ക് പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.
പക്ഷേ മിക്ക പ്രണയങ്ങളുടെയും അവസാനം പോലെ ഒടുവിൽ എന്റെ വീട്ടിലും ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു. എന്റെ അമ്മയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഗംഗയ്ക്ക് അറിയാലോ. അമ്മ അതറിഞ്ഞപ്പോ ഒരു കോലാഹലം തന്നെയായിരുന്നു. ഒന്നാമത് അമ്മ ആഗ്രഹിച്ച ദിലീപുമായുള്ള വിവാഹത്തിന് ഞാൻ താല്പര്യം കാണിച്ചില്ല. അതുകൂടാതെ അമ്മയുടെ കാഴ്ചപ്പാടിൽ ആ വിവാഹം മുടങ്ങാൻ കാരണക്കാരനായ മഹിയേട്ടനോട് എനിക്ക് പ്രണയമാണെന്ന് കൂടി അറിഞ്ഞപ്പോ അമ്മയുടെ സമനില ആകെ തെറ്റി. ഈ മരപ്പാവെ അനക്കാതെ പിടിക്കൂ. എന്നെ ഒരുപാട് തല്ലി. പല വിധത്തിൽ എന്നെ ആ ബന്ധത്തിൽ നിന്നും ഒഴിവാക്കിയെടുക്കാൻ അമ്മ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഏട്ടനും അമ്മയും എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ആ വീട്ടിൽ എന്റെ ഏക ആശ്രയം അച്ഛൻ മാത്രമായിരുന്നു. അച്ഛൻ മാത്രം എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരുന്നത്. എന്റെ വീട്ടില് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനേക്കാൾ ഏറെ വലിയ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് വിവാഹത്തിലേക്ക് എത്തിയത് എങ്ങനെയാ ചേച്ചി? അത് ചേച്ചി ചേച്ചി എന്താ എന്താ പറ്റിയേ? ചേച്ചി ചേച്ചി അയ്യോ എന്താ ചേച്ചി എന്താ സംഭവിക്കുന്നേ? ചേച്ചി ഗൗരി ചേച്ചി ഗൗരി ചേച്ചി ഗൗരി ചേച്ചി ചേച്ചി ഗൗരി ചേച്ചി എന്റെ ശ്രീ മഹേശ്വര ആരോ ഗൗരി ചേച്ചിയെ ബന്ധിക്കുന്നതാണല്ലോ. എത്രയും പെട്ടെന്ന് ഭട്ടതിരിയെ കാണണം. തിരുമേനി തിരുമേനി എന്നെ രക്ഷിക്കണം. എന്താ ഗംഗേ, എന്താ പറ്റിയത്? അത് ഞാൻ ഗൗരി ചേച്ചിയുടെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ചേച്ചിയുടെ ശബ്ദം നഷ്ടപ്പെട്ടു. ആരോ എന്തോ ചെയ്തിട്ടുണ്ട് തിരുമേനി. എങ്ങനെയെങ്കിലും ഈ അപകടത്തിൽ നിന്ന് ഗൗരി ചേച്ചിയെ രക്ഷിക്കണം. തിരുമേനി നിങ്ങൾ തമ്മിൽ സംസാരിക്കാതിരിക്കാൻ ആരോ അതിശക്തമായ മന്ത്രങ്ങളാൽ മാന്ത്രിക കെട്ടിട്ട് ശബ്ദസ്തംഭനം ചെയ്തിരിക്കുകയാണ്. പ്രതിവിധി ചെയ്ത് കെട്ടഴിച്ചാലേ ഗൗരിക്കിനി ശബ്ദം തിരിച്ചു കിട്ടൂ. ഞാൻ വേണ്ടത് ചെയ്തോളാം. ഗംഗ ധൈര്യമായി തിരികെ പൊയ്ക്കൊള്ളൂ. ശരി തിരുമേനി, എത്രയും പെട്ടെന്ന് വേണ്ടത് ചെയ്ത് ചേച്ചിയെ രക്ഷിച്ചാൽ മതി. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ഒരു പരിഭവവും വേണ്ട. ഗംഗ ധൈര്യമായി പൊയ്ക്കൊള്ളൂ. ശരി തിരുമേനി.
ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി, ചേച്ചി, ഗൗരി ചേച്ചി എന്താ വരാത്തെ? ഭട്ടതിരി മന്ത്രങ്ങൾ ജപിച്ച് ഗൗരി ചേച്ചിയെ മോചിപ്പിക്കാന്നാണല്ലോ പറഞ്ഞത്. ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി, ചേച്ചി, ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. ഗൗരി ചേച്ചി, പിന്നെ എന്താ എന്താ സംഭവിച്ചേ? ആരോ ചേച്ചി ബന്ധിച്ചതാ. ഭട്ടതിരി പ്രതിവിധി ചെയ്ത് ചേച്ചിയെ ബന്ധനത്തിൽ നിന്ന് രക്ഷിച്ചതാ. തിരിച്ചു വന്ന് വിളിച്ചിട്ടും ചേച്ചി വരാതിരുന്നപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. പേടിക്കണ്ട, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഭഗവാനെ, ശ്രീമഹേശ്വര, നീ കാത്തു. എന്നെ എത്ര അപകടങ്ങളിൽ നിന്ന് നീ രക്ഷിച്ചു ഗംഗെ. എന്നെ ചേച്ചിയും രക്ഷിക്കുന്നില്ലേ? ഗംഗയും മാളൂനെയും മഹിയേട്ടനെയും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത് തന്നെ. എനിക്ക് മഹേട്ടനും മാളും ഗൗരി ചേച്ചിയും കഴിഞ്ഞ് മറ്റെന്തോ ഉള്ളൂ. എങ്കിൽ പിന്നെ നമ്മൾ പരസ്പരം നന്ദി പറയേണ്ട ആവശ്യമില്ല അല്ലേ? അതെ. ആ, എങ്കിൽ ചേച്ചി ബാക്കി കഥ പറയോ? എനിക്കതെല്ലാം കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ശരി, പറയാം. മഹിയേട്ടനെ ഇവിടെ എല്ലാവരും വിവാഹത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി. മോനെ, അമ്മയ്ക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മേ? എന്താ കാര്യം? പറയാം. അതിന് ശ്രേയും ഹൈമാവതിയും കൂടി ഇവിടെ വേണം. അമ്മ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ധൃതി വെക്കാതെ മോനെ, അതൊക്കെ പറയാം. ആ, നിങ്ങൾ വന്നോ? നാത്തൂനല്ലേ പറഞ്ഞേ ഞങ്ങളോടും മഹിയോടും ഒന്നിച്ച് എന്തോ പറയാനുണ്ടെന്ന്? അതെ, ആ കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എന്തിനാ ടെൻഷനാവുന്നത്? ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യ. സർപ്രൈസ് ഇടാതെ കാര്യം പറ നാത്തൂനെ. ശരി, പറയാം. ഞാൻ പറയാൻ പോകുന്നത് മഹിയുടെയും ശ്രേയയുടെയും കല്യാണക്കാര്യവാ. കല്യാണക്കാര്യം പറഞ്ഞപ്പോ പെണ്ണിന്റെ നാണം കണ്ടില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ. ഇനി നമുക്ക് ഇത് വെച്ച് താമസിപ്പിക്കണ്ട. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താം. എനിക്കും മോൾക്കും പൂർണ്ണ സമ്മതം അല്ലേ ശ്രേയ? ഇന്ന് മഹിയേട്ടന് വിവാഹം കഴിക്കാനും ഞാൻ തയ്യാറാ. നീ എന്താ മഹി ഒന്നും മിണ്ടാത്തത്? നിനക്ക് സമ്മതമാണല്ലോ അല്ലേ? അതമ്മേ, നിനക്ക് സമ്മതമാണെന്ന് എനിക്കറിയാം. എന്റെ തീരുമാനമല്ലേ എന്റെ മോന്റെയും. എന്താ ഇവിടെ ഒരു ചർച്ച? ആ, മഹിയുടെയും ശ്രേയയുടെയും വിവാഹക്കാരും തീരുമാനിക്കായിരുന്നു. അത് നേരത്തെ തീരുമാനിച്ചതല്ലേ, പിന്നെന്താ ഇപ്പോ? വിവാഹം തീരുമാനിച്ചു വെച്ചതാണെങ്കിലും അത് എന്ന് നടത്തണമെന്ന് നിശ്ചയിച്ചില്ലല്ലോ. അക്കാര്യം നാത്തൂൻ പറയുന്നേ. അതെ, പെണ്ണിനും ചെറുക്കനും സമ്മതമായ സ്ഥിതിക്ക് എന്തിനാ വൈകിപ്പിക്കുന്നത്? അല്ലേ മഹി? നീ എന്താ മഹി ഒന്നും മിണ്ടാത്തത്? ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞിട്ടും നിന്റെ മുഖത്ത് ആ സന്തോഷം കാണുന്നില്ലല്ലോ. അമ്മേ, അത് ഏതായാലും ഈ കാര്യം ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ വിവാഹം ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നമ്മൾ നടത്തും. എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മഹി, നീ കാര്യം പറ. അത് അമ്മേ, എനിക്ക് ശ്രേയ വിവാഹം കഴിക്കാൻ പറ്റില്ല. എന്താ നാത്തൂനെ ഇത്? മഹി എന്താ ഈ പറയുന്നേ?
ഹൈമവതി ടെൻഷൻ ആവാതെ ഞാൻ മഹിയോട് സംസാരിക്കാം. ഹോ, നീ എന്തൊക്കെയാ മഹി ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ മറ്റൊരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ട്. അവളെ അല്ലാതെ ഞാൻ വേറെ ആരും വിവാഹം കഴിക്കില്ല. എന്താ മഹി ഇത്? ശ്രേയുമായി നിന്റെ വിവാഹം വാക്കാൽ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? പിന്നിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അമ്മേ, എനിക്ക് ശ്രേയെ ഭാര്യയായിട്ട് കാണാൻ സാധിക്കില്ല. പിന്നെ നീ എന്തിനാ എന്റെ മോൾക്ക് മോഹം കൊടുത്തേ? ഞാൻ ഒരിക്കലും ശ്രേയെ അങ്ങനെ കണ്ടിട്ടില്ല. മഹി വേണ്ട, ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു. രാഹുലിനെയും രേഷ്മയെക്കാളും സ്നേഹിച്ചു. നീ എന്റെ വാക്കുകൾ അനുസരിക്കും എന്ന എന്റെ ആ വിശ്വാസമാണ് നീ ഇപ്പോൾ തകർത്തത്. മഹിയേട്ടനില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മഹി, നീ കേട്ടില്ലേ ശ്രേയ പറഞ്ഞത്? നിന്നെ വിശ്വസിച്ചേനും സ്നേഹിച്ചേനും നീ ഈ അമ്മയ്ക്ക് തരുന്ന സമ്മാനമാണോ ഇത്? അമ്മയ്ക്ക് ഇത് തന്നെ വേണം. എന്തിനും ഏതിനും അമ്മയ്ക്ക് മഹിയേട്ട മതിയായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? നീ അമ്മയെ ചതിക്കല്ലേ മോനെ. നീയാണ് അമ്മയുടെ പ്രാണൻ. എന്റെ ആങ്ങളയ്ക്ക് ഞാൻ കൊടുത്ത വാക്ക ശ്രേയെ സംരക്ഷിക്കൂ എന്നത്. ആ ശ്രേയയുടെ മരണത്തിന് എന്നെ ഉത്തരവാദിയാക്കരുത് മോനെ. ഞാൻ നിന്റെ കാല് പിടിക്കാം മോനെ. നീ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറരുത്. പെൺകുട്ടികളെ കാണുമ്പോ മനസ്സിൽ ചെറിയ ഇഷ്ടമൊക്കെ തോന്നും. അതേ പ്രായത്തിന്റെയാണ്. അത് നീ മനസ്സിൽ നിന്നും കളഞ്ഞ് ശ്രേയ വിവാഹം കഴിക്കണം. എനിക്കറിയാം എന്റെ മോൻ ഈ അമ്മയെ വിഷമിപ്പിക്കില്ല. നാളെ നല്ലൊരു മുഹൂർത്തമുണ്ട്. അതിൽ തന്നെ നമ്മൾ ഈ നിശ്ചയം നടത്തും. ഇതെന്റെ തീരുമാനമാണ്. ഇതിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാ പിന്നെ ബാക്കി ഞാൻ പറയുന്നില്ല. ഇത്രയും നാളും നീയും അവനുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്നല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പൊ എങ്ങനെ പുതിയൊരു ബന്ധം ഉണ്ടായത്? അതൊന്നും എനിക്കറിയില്ല. മഹിയേട്ടനെ എനിക്കിഷ്ടം. ഇനിയുള്ള ജീവിതം മഹിയേട്ടന്റെ കൂടെ ജീവിക്കണമെന്നാ എന്റെ തീരുമാനം. ഓഹോ, അപ്പൊ അതൊക്കെ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു. ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ? ഉന്നാരമോള് പറയുന്നത് കേട്ടോ. നീ ഇങ്ങനെ ബഹളം വയ്ക്കാതെ, അവള് പറയട്ടെ. മകൾ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അച്ഛന് മതിയായില്ലേ? ഇനിയും കേൾക്കണോ? ഞാനൊരു കാര്യം പറയാം. ഞാനൊരിക്കലും ഇവിടെ ഈ തന്നിഷ്ടത്തിന് കൂട്ടു നിൽക്കില്ല. ഞാനും സമ്മതിക്കില്ല. നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല ഗൗതമി. ഇത് ഇവളുടെ ജീവിതമാണ്. ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ഇവളാണ്. അതിന്റെ നല്ലതും ചീത്തയൊക്കെ അനുഭവിക്കേണ്ടതും ഇവള് തന്നെയാണ്. എന്ന് കരുതി ഇവളുടെ തോന്നിയാസത്തിന് വിടാന്നാണോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇത് സമ്മതിക്കില്ല. അമ്മ എന്തിനാ ഇങ്ങനെ എതിർക്കുന്നത്? മഹിയേട്ടന് എന്താ ഒരു കുറവ്? അവന്റെ കുറവും കൂടുതലും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഗൗരി, ഞാനൊരു കാര്യം നിന്നോട് പറയുക. ഇനിയും അവനുമായി മുന്നോട്ട് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ദേ, അമ്മയും ഏട്ടനും ഈ വീടും ഉണ്ടാവില്ല. അങ്ങനെ എന്റെ ആഗ്രഹത്തിന്റെ പേരില് നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോ. എന്ത് പറഞ്ഞാലും മഹിയേട്ടനെ മറക്കാനോ വേണ്ടാന്ന് വെക്കാനോ എനിക്ക് സാധിക്കില്ല. ഇങ്ങനെ ആവാൻ മാത്രം എന്ത് കൂടോത്രം അവൻ നിനക്ക് തന്നത്? നീ ഒന്ന് അടങ്ങും. സാവകാശം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാ തീരുമാനം എടുത്തിരിക്കുന്ന ഇവളെ ഇനി എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? പെൺമക്കളെ തല്ലി വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആവശ്യത്തിൽ കൂടുതൽ ഇവളെ തലയെ കയറ്റി വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ. എല്ലാരും കൂടി അങ്ങ് അനുഭവിക്കുക.
ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ തെറ്റൊന്നും ഇല്ലെന്ന് എനിക്ക് ഉറപ്പാ. ഇനി എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് മഹിയേട്ടനോടൊപ്പം തന്നെ ആയിരിക്കും.